നമസ്തേ. ശ്രീകൃഷ്ണ ബാലലീലയിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഭാഗം പൂതനാമോക്ഷം കഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭഗവാന്റെ അവതാര ലീലകളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. കംസൻ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്, ചിന്താക്കുഴപ്പത്തിലാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അശരീരി ഒരിക്കലും തെറ്റാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷെങ്കിൽ ഇവിടെ പിറന്നിരിക്കുന്നത് പെൺകുട്ടിയുമാണ്. ദേവന്മാർ കളവ് പറയുമോ? മാത്രമല്ല, നാരദ മഹർഷിയും പറഞ്ഞതാണ്. അദ്ദേഹം ഒരിക്കലും കള്ളം പറയാൻ സാധ്യതയില്ലല്ലോ. അദ്ദേഹം ബ്രഹ്മർഷിയാണ്, സദാ ഈശ്വര ചിന്ത ഉള്ള വ്യക്തിയാണ്. ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് ഒരു പൊളിവചനം ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതായാലും തൻ്റെ പരിഭ്രമം തുടരാതിരിക്കുന്നതിന് വേണ്ടി, തൻ്റെ അന്തകൻ ഈ കുഞ്ഞാകാതിരിക്കാൻ വേണ്ടി ഇത് ജീവിക്കാൻ പാടില്ല. അതായിരുന്നു കംസൻ്റെ തീരുമാനം. കംസൻ വേഗം തന്നെ കുട്ടിയെ എടുത്തു. കാലിൽ തൂക്കിപ്പിടിച്ചുകൊണ്ട് കംസൻ വട്ടക്കല്ലിൻ്റെ ഭാഗത്തേക്ക് ഓടി. അവിടെ ചെന്ന് കുട്ടിയുടെ കാലിൽ തൂക്കിയെടുത്ത് കല്ലിലേക്ക് ആഞ്ഞു വീശി അടിച്ചു. ഇപ്രാവശ്യം കംസന് തെറ്റി. കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അത് ആകാശത്തിലേക്ക് ഉയർന്നു. ആകാശത്തിൽ നിന്ന് കംസൻ ആ ശബ്ദം ശ്രവിച്ചു. അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു. കംസനാകെ ഞെട്ടി. മുകളിലോട്ട് നോക്കുമ്പോൾ കംസൻ കാണുന്നത് ശംഖുചക്രങ്ങളോട് കൂടിയ ദേവീരൂപമാണ്. കംസനാകെ ഭയന്നു. തവാന്തകൻ ഭൂമിതലേ ജനിച്ചു. ഇതെങ്ങനെ സംഭവിക്കാനാണ്? ഒരശരീരി സത്യമല്ലാതെയായി. അപ്പോൾ ഇതും എപ്രകാരമാണെന്ന് കംസന് മനസ്സിലാവുന്നില്ല. ഏതായാലും ആ കുഞ്ഞിനെ വധിക്കാൻ കംസനെ കൊണ്ട് കഴിഞ്ഞില്ല. കംസനാകെ ഇളിഭ്യനായി. താൻ ചെയ്തത് അപരാധമായിപ്പോയി, ഒരു പെൺകൊലയ്ക്ക് എന്ന് കംസൻ ചിന്തിച്ചു. തിരിച്ച് സഹോദരിയുടെയും ഭർത്താവിൻ്റെയും അടുത്തേക്ക് വന്നു. അവരെ ബന്ധനത്തിൽ നിന്ന് മോചിതനാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, മരണഭയം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇതൊക്കെയും വേണ്ടായിരുന്നെന്നാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നത്. കാരണം അശരീരി തെറ്റായിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ സംഭവിക്കേണ്ടതായിരിക്കാം ഒരു പക്ഷേ സംഭവിച്ചത്. ഈ 6 കുഞ്ഞുങ്ങളും എൻ്റെ കൈകൾ കൊണ്ട് തന്നെ മരിക്കണമെന്നായിരിക്കാം ഒരു പക്ഷേ വിധി. ഈ വിധി വിഹിതം ആർക്കും ലംഘിക്കാവതല്ലോ. അതുകൊണ്ട് മരണഭയം കൊണ്ട് ഞാൻ ചെയ്തു പോയ ഈ അപരാധങ്ങളൊക്കെയും നിങ്ങൾ സദയം പൊറുക്കണം. കംസനിലുണ്ടായ ഈ ഭാവമാറ്റം സഹോദരിയിൽ അത്ഭുതമുളവാക്കി. അവരുദ്ദേശിച്ചു, പാവം ജ്യേഷ്ഠൻ, അദ്ദേഹം ചെയ്തതെല്ലാം മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ്, മരണഭയം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. വസുദേവർ പറഞ്ഞു, ഞാനെന്നും നീയെന്നും ഉള്ള ദ്വൈതഭാവം അജ്ഞാനത്തിൽ നിന്നുണ്ടാവുന്നതാണ്. കംസന് സഹോദരിയുടെയും ഭർത്താവിൻ്റെയും വചനങ്ങൾ കേട്ട് മറിച്ചൊന്നും പറയാനില്ല. സ്നേഹഭാവത്തിൽ തന്നെ അവരുടെ അടുത്ത് നിന്ന് അദ്ദേഹം പോയി. അന്ന് രാത്രി അങ്ങനെ അവസാനിച്ചു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ഈ കഥകളൊക്കെയും തന്നെ കംസൻ തൻ്റെ വിശ്വസ്തരായ മന്ത്രിമാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താ നമ്മൾ കേട്ടത്? തവാന്തകൻ ഭൂമിതലേ ജനിച്ചു എന്നല്ലേ? അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുട്ടി വളരാൻ പാടില്ല. രോഗവും ശത്രുക്കളും ഇന്ദ്രിയങ്ങളും ഇവ മൂന്നും ആദ്യമേ തന്നെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ അത് അപകടമാകും.
അതുകൊണ്ട് ഈ ശത്രു ഒരു കാരണവശാലും വളരാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ പിറന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് വധിക്കണം. പിന്നീട് നമുക്ക് ഭയപ്പെടേണ്ടി വരികയില്ല. കംസൻ ചിന്തിച്ചു, പ്രിയമുള്ള വാക്കുകളാണ് ഇവർ പറയുന്നത്, അവർ വിശ്വസ്തരാണ്, അവരുടെ വാക്കുകളെ നമ്മൾ അനുസരിക്കുന്നതായിരിക്കും തികച്ചും ഉചിതം. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു തീരുമാനത്തിൽ തന്നെ എത്തി. 10 ദിവസത്തിനുള്ളിൽ പിറന്ന സകല കുഞ്ഞുങ്ങളെയും വധിക്കുക, വീട് വീടാന്തരം കയറി ഇറങ്ങി അന്വേഷിച്ച് കുഞ്ഞുങ്ങളെ വധിക്കുക. ആ പദ്ധതിക്ക് രൂപം കൊടുത്തു. ഇതേ സമയം അമ്പാടിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. അവിടെ നന്ദഗോപർക്കും യശോദാദേവിക്കും ഉണ്ണി പറഞ്ഞിരിക്കുന്നു. വാർത്ത നാലുപാടും പരന്നു. അമ്പാടിയിലെ സ്ത്രീജനങ്ങളൊക്കെയും കുഞ്ഞിനെ കാണുന്നതിന് വേണ്ടി യശോദയുടെ ഭവനത്തിലേക്ക് എത്തി. അവരെ കുട്ടിക്ക് വേണ്ടുന്ന കാഴ്ചദ്രവ്യങ്ങളുമായിട്ടാണ് എത്തിയത്. അതേസമയം ആ പ്രദേശം മുഴുവൻ അവർ അലങ്കരിച്ചു. ഇതൊരാഘോഷമാക്കി കൊണ്ടുപോകുവാൻ അവർ തീരുമാനമെടുത്തു. അമ്പാടിയിലാകെ തൂത്ത് തെളിച്ച് അവിടെ എല്ലാം ശുദ്ധിയാക്കി തോരണങ്ങളെല്ലാം തൂക്കി അവിടെ ഒരു ഉത്സവ പ്രതീതി തന്നെ ജനിപ്പിച്ചു. നന്ദഗോപർക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം തൻ്റെ കുഞ്ഞിനും വീടിനും എല്ലാ സുരക്ഷാ ഏർപ്പാടുകളും ചെയ്തു. അതിനുശേഷം കംസന് വാർഷിക കപ്പം കൊടുക്കുന്നതിന് വേണ്ടി കംസൻ്റെ അടുത്തേക്ക് പോയി. കംസൻ്റെ അവിടെ ചെന്ന് താൻ കൊടുക്കാറുള്ള വാർഷിക കപ്പം കൊടുത്ത് മടങ്ങി വരുന്ന സമയത്ത് തൻ്റെ സുഹൃത്തായ വസുദേവരെയും കാണുകയുണ്ടായി. നന്ദഗോപർക്കും വസുദേവർക്കും വളരെ സന്തോഷമായി. വളരെ കാലത്തിന് ശേഷമാണ് ആ ആത്മമിത്രങ്ങൾ ഒന്നിച്ചു കൂടുന്നത്. അവർ സൗഹൃദങ്ങൾ പങ്കിട്ടു, കുട്ടികളുടെ ക്ഷേമകാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വസുദേവരുടെ മനസ്സിൽ എന്തോ ഒരു അപലക്ഷണം, ഒരു അരുതായിക തോന്നി. അദ്ദേഹം പറഞ്ഞു, അമ്പാടിയിൽ എന്തോ ഒരു അരുതാത്ത സംഭവം ഉണ്ടാകാൻ പോകുന്നതായി എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങ് വേഗം ഇവിടെ തന്നെ പോകണം, അവിടെ എത്രയും വേഗം അവിടെ എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ സംഭാഷണം ഇടയ്ക്ക് വെച്ച് മതിയാക്കി നന്ദഗോപര് വേഗം തന്നെ അമ്പാടിയിലേക്ക് തിരിച്ചു. ഇതേ സമയം അമ്പാടിയിൽ എന്താ സംഭവിച്ചത്? വസുദേവരുടെ ഗൃഹത്തിലേക്ക് ഒരു പുതിയ അതിഥി എത്തുകയുണ്ടായി. ആ ദിവസങ്ങളിലൊക്കെയും ധാരാളം സ്ത്രീകൾ കുഞ്ഞിന് കാഴ്ചദ്രവ്യങ്ങളുമായിട്ട് എത്താറുണ്ടായിരുന്നു. ആ ദിവസം ഒരു സ്ത്രീ അവിടെ എത്തി. അവർ കണ്ടാൽ വളരെ സുമുഖയാണ്. മുടിയൊക്കെ കോതിക്കെട്ടി എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രധാരണങ്ങൾ നടത്തി മുഖത്ത് പുഞ്ചിരിയുമായി അവിടെ കയറി ചെന്നു. യശോദയ്ക്ക് ആ പ്രൗഢവനിതയെ കണ്ടപ്പോൾ അഭിമാനം തോന്നി. അവർക്ക് മറിച്ചൊന്നും തോന്നിയിരുന്നില്ല. മറ്റ് സ്ത്രീകൾ വരുന്ന പോലെ തന്നെ ഇവരവിടെ വന്ന് കുഞ്ഞിനെ കാണാനായിട്ട് പോയി. കുഞ്ഞിനെ നോക്കി അതിനെ എടുത്ത് മടിയിൽ വെച്ചു. ഇവിടെ ഭഗവാനാണ് ഉണ്ണിയായിട്ട് കിടക്കുന്നത്. ചാരം മൂടിയ കനൽക്കട്ട പോലെ ഭഗവാൻ ഇതൊന്നും അറിയാത്ത രീതിയിൽ പൂതനയുടെ മടിയിൽ കിടന്നു. പൂതനയാകട്ടെ കയറെന്ന് സങ്കല്പിച്ച് തെറ്റിദ്ധരിച്ച് എടുത്തു വെച്ചിരിക്കുന്നത് വാസ്തവത്തിൽ പാമ്പിനെയാണെന്ന് അവരറിയുന്നില്ല. കുഞ്ഞിന് മുല കൊടുക്കാനായിട്ട് അവർ തയ്യാറായി. ആ സ്ഥാനത്തിൽ വിഷം പുരട്ടിയിട്ടുണ്ട്. ആ വിഷം ഉള്ളിൽ ചെന്ന് വേണം കുഞ്ഞ് മരിക്കാൻ. ഇതാണ് പദ്ധതി. ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ
കണ്ണടച്ച് കിടക്കുന്ന കുഞ്ഞിൻ്റെ വായിലേക്ക് ആ അമ്മ മുല കൊടുത്തു. കൃഷ്ണൻ പാല് കുടിക്കാൻ തുടങ്ങി. കുഞ്ഞ് അമ്മയെ ബലമായി പിടിച്ചുകൊണ്ട് പാല് കുടിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, സാധാരണ ഒരു കുട്ടിക്ക് അമ്മ മുലപ്പാൽ നൽകുന്നതിനൊരു സമയമുണ്ട്. അപ്രകാരം ഒരു സമയം കഴിഞ്ഞിട്ടും കുട്ടി മതിയാക്കുന്നില്ല, കടി വിടുന്നുമില്ല. എന്തോ ഒരു അരുതായ്യ അവർക്ക് തോന്നി. പെട്ടെന്ന് തന്നെ കുട്ടിയെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ മാറ്റാൻ കഴിയുന്നില്ല. വീണ്ടും തൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചു കുടിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. അത് ശരീരത്തിന് ആകെ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ വീണ്ടും കുട്ടിയെ ബലമായി മാറ്റാൻ ശ്രമിച്ചു. മാറ്റാൻ ശ്രമിച്ചിട്ടെങ്ങും പറ്റുന്നില്ല. കുട്ടി പിടിയും വിടുന്നില്ല, കടിയും വിടുന്നില്ല. തൻ്റെ മുലപ്പാലെന്നല്ല, ജീവനെ തന്നെയാണോ ഈ കുഞ്ഞ് വലിച്ചെടുക്കുന്നത് എന്നൊരു സംശയമായി. തൻ്റെ സർവശക്തിയും പ്രയോഗിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നതിന് പൂതന ശ്രമിച്ചു. കണ്ണൻ്റെ പിടി വിട്ടിട്ടില്ല. പൂതനയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കാലും കൈയും ഇട്ടടിച്ച് അവരുടെ മുഖമൊക്കെ കോടി, വായിൽ നവശബ്ദങ്ങളൊക്കെ വന്നു. ഒരു രീതിയിലും കുഞ്ഞിനെ മാറ്റാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ മോഹാലസ്യപ്പെട്ട് താഴെ വീണു. എന്നിട്ടും കുഞ്ഞിൻ്റെ വായിൽ നിന്ന് ആ മുല മാറ്റാൻ കഴിഞ്ഞില്ല. കൃഷ്ണൻ കുടിച്ച് കുടിച്ച് പൂതനയുടെ ജീവനെ തന്നെ എടുത്തു എന്നതാണ് വസ്തുത. പൂതന നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടു. ആളുകളൊക്കെ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അറിയാനായിട്ട് അടുത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടിയെത്തി. അവരെത്തുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു രാക്ഷസ രൂപത്തിൽ ഒരു അസുര സ്ത്രീയെ കിടക്കുന്നു. കണ്ടാൽ തന്നെ ഭയന്നു പോകും. ആ കുട്ടിയുടെ, ആ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കുഞ്ഞ് കിടക്കുന്നു. എന്താ ഇവിടെ സംഭവിച്ചത്? ആർക്കും ഒന്നും മനസ്സിലായില്ല. അവർ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസമില്ല. അത് വളരെ സന്തുഷ്ടനാണ് എന്ന് ആ മുഖഭാവം വ്യക്തമാക്കുന്നുണ്ട്. കുഞ്ഞിനെ ഓടിച്ചെന്ന് എടുത്ത് അവർ നോക്കുമ്പോൾ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. സന്തോഷമായി, സമാധാനമായി. എങ്കിലും കുഞ്ഞ് ഭയന്നിട്ടില്ലേ? വേഗം തന്നെ അവർ കുട്ടിയുടെ ഭയം മാറ്റുന്നതിന് വേണ്ടി അവർക്കറിയാവുന്ന ചില പൊടിക്കൈകളൊക്കെ ചെയ്തു. ചാണകവെള്ളം കൊണ്ടുവന്ന് കുഞ്ഞിനെ തെളിപ്പിച്ചു. ചാണകമൂത്രം അവിടെയൊക്കെ തെളിച്ചു. അവിടെയൊക്കെ ശുദ്ധമാക്കി. കുഞ്ഞിന് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്ന ഒരു സമാധാനം അവർക്കുണ്ടായി. ഇന്നത്തെ കഥാഭാഗത്ത് വസുദേവര് കംസനോട് പറഞ്ഞ വാക്കുകൾ നാം ഒന്നുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കംസൻ വസുദേവരുടെയും ദേവകിയുടെയും അടുത്ത് ചെന്ന് തനിക്ക് അന്നുണ്ടായ ആ എളിഭ്യത മാറുന്നതിന് വേണ്ടി താൻ ചെയ്തതൊക്കെയും മരണഭയം കൊണ്ടാണെന്ന് പറഞ്ഞ സമയത്ത് വസുദേവർ പറഞ്ഞു, എൻ്റേതെന്നും അല്ലാതെയുള്ളത് എന്നുമുള്ള ആ വേർതിരിവ്, ഞാനെന്നും എൻ്റേതെന്നും, ഇത് എല്ലാവർക്കുമുള്ള ഒരു ചിന്തയാണ്. അന്യനും താനും തമ്മിലുള്ള വ്യത്യാസം, ഞാനെന്നും അന്യനുമെന്നുള്ള ആ ചിന്ത അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. അത് ഭേദബുദ്ധിയാണ്. കംസനിൽ ഇത് വളരെയേറെയാണ്. ഇത് നാം ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒന്നാണ്. മഹാഭാരതത്തിൽ ഇത് വളരെ വിശദമാക്കി ചിത്രീകരിക്കുന്ന ഒരു രംഗമുണ്ട്. മഹാഭാരത യുദ്ധം 10-ാം ദിവസം ഭീഷ്മപിതാമഹൻ യുദ്ധക്കളത്തിൽ അർജുനൻ്റെ ശരമാരിയേറ്റ് വീണു. സഞ്ജയൻ ആ വിവരം വന്ന് മഹാരാജാവിൻ്റെ ഇരിക്കെ പറയുന്നുണ്ട്. അപ്പം മഹാരാജാവ് ചോദിക്കുന്നത്,
മാമക പാണ്ഡവാച്ഛൈവ കിം അകുർവത സഞ്ജയ. മഹാഭാരതത്തിൻ്റെ മഹാഭാരതത്തിൽ അടങ്ങിയിരിക്കുന്ന ഭഗവത്ഗീതയുടെ ഭാഗത്ത് ഒന്നാമത്തെ ശ്ലോകം അത് തുടങ്ങുന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാച്ഛൈവ കിം അകുർവത സഞ്ജയ എന്നാണ്. ധൃതരാഷ്ട്ര എൻ്റെയും പാണ്ഡുവിൻ്റെയും മക്കള് പിന്നീട് എന്താണ് യുദ്ധകളത്തിൽ ചെയ്തത്? അവിടെ യുദ്ധം നടന്നത് നമുക്കറിയാം. അതിൻ്റെ 10-ാം ദിവസമാണ് ഭീഷ്മ പിതാമഹനാണ് യുദ്ധകളത്തിൽ വീണത്. ഈ സമയത്താണ് ചോദ്യം. അവിടെ എൻ്റേതെന്നും പാണ്ഡുവിൻ്റെ മക്കളെന്നുമുള്ള ആ വേർതിരിവ് നമുക്കറിയാം. പാണ്ഡു സഹോദരനായിരുന്നു, അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ നോക്കേണ്ടുന്ന ഉത്തരവാദിത്വം മഹാരാജാവായ ധൃതരാഷ്ട്രക്കുണ്ടായിരുന്നു. പക്ഷെ ധൃതരാഷ്ട്രയെ അവിടെ അന്ധനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അത് അന്ധത്വം, അജ്ഞത. ഈ അജ്ഞത കൊണ്ടാണ് ആ വേർതിരിവ്, എൻ്റേതെന്നും അല്ലാതെയും എന്നുള്ള ആ വേർതിരിവ്. ഈ വേർതിരിവ് എവിടെ വരുന്നോ അവിടെയൊക്കെയും അപകടങ്ങളാണ്. നമുക്കറിയാം, മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷൗഹിണിപ്പടയുണ്ടായിരുന്നു. ഒരു അക്ഷൗഹിണിപ്പടയെന്ന് പറയുമ്പോൾ 1,00,000-ത്തിലധികം കാലാൾപ്പട തന്നെയുണ്ട്. 18 അക്ഷൗഹിണി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 19 ലക്ഷത്തിലധികം കാലാൾപ്പട ചത്തൊടുങ്ങിയ ഒരു വലിയ യുദ്ധമായിരുന്നു മഹാഭാരത യുദ്ധം. അതുപോലെ തന്നെ മൃഗങ്ങളും ആനകളും കുതിരകളും ഒക്കെ ഇതേ രീതിയിൽ തന്നെ വളരെ വലിയ സംഖ്യ ഉണ്ടായിരുന്നു. ഈ ജീവികളൊക്കെയും മരിക്കാൻ ഇടയാക്കിയത് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മാമക പാണ്ഡവാച്ഛൈവ, എൻ്റേതും പാണ്ഡവരുടെയും എന്നുള്ള ആ വേർതിരിവ്, ഈ വേർതിരിവ് ഇതാണ് ആ അപകടത്തിന് മുഴുവൻ കാരണം. ഇത് നമ്മുടെ സമൂഹവും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എവിടൊക്കെയാണോ എൻ്റേതെന്നുള്ള ചിന്ത ഉണ്ടാവുന്നത് അവിടൊക്കെയും അജ്ഞത കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ഏറുന്നതനുസരിച്ച് അതിൻ്റെ ദോഷങ്ങളും വർദ്ധിച്ചു വരും. ഇത് ഈ കഥാഭാഗത്തിലെങ്കിലും നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ കഥാഭാഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് പൂതനയാണ്. പൂതന എന്ന വാക്കിൻ്റെ അർത്ഥം, പൂത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ, ന എന്ന അർത്ഥം വാക്കുകൂടെ അതിനോടൊപ്പം ചേർക്കുമ്പോൾ പരിശുദ്ധ അല്ലാത്തവൾ, പവിത്രത ഇല്ലാത്തവൾ എന്ന് വരുന്നു. അപ്പോൾ പവിത്രത ഇല്ലാത്തവളാണ് എന്ന് പൂതന എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നു. ഈ പൂതന സഞ്ചരിക്കുന്നത് എവിടെയൊക്കെയാണോ ഈശ്വരചിന്ത ഇല്ലാത്തത്, എവിടെയൊക്കെയാണോ സജ്ജനങ്ങളുടെ സംസർഗം, സത്സംഗമില്ലാത്തത്, അവിടെയൊക്കെയാണ് പൂതന കടന്നെത്തുന്നത്. ഇവിടെ ഈശ്വരചിന്തയും സത്സംഗങ്ങളും നടക്കുന്നിടത്ത് പൂതനയെപ്പോലുള്ള രാക്ഷസീയ സ്വഭാവം എത്തുകയില്ല എന്ന് ചുരുക്കം. ഘാതിനി എന്ന് പൂതനയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ബാലഘാതിനി എന്ന് പറഞ്ഞാൽ ശിശുബുദ്ധി, അജ്ഞത ഉള്ളിടത്താണ് ഈ രാക്ഷസീയമായ പ്രവണത നിറഞ്ഞു നിൽക്കുന്നത്. കാമചാരിണി പൂതന എന്ന് ഭാഗവതത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. കാമത്തിൻ്റെ പ്രതീകമാണ് പൂതന. ഈ പൂതനയാണ് ഭഗവാൻ വധിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചിട്ട് ആദ്യമേ വധിക്കുന്നത് ഒരു സ്ത്രീയെയാണ്. രാമായണത്തിൽ ഇതുപോലെ നമുക്കൊരു രംഗം കാണാം. അവിടെ താടകയാണ് വധിക്കുന്നത്. എവിടെയൊക്കെയാണോ സ്ത്രീകൾ എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേതത്ര ദേവത എന്ന് വിശ്വസിക്കുന്ന ആ സംസ്കാരത്തിൽ ഇപ്രകാരം സ്ത്രീഹത്യ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഇവിടെ കാമചാരിണി പൂതന, കാമരൂപിണി താടക, ഈ 2 ഗ്രന്ഥങ്ങളിലും ഈ 2 സ്ത്രീകളെയും ചിത്രീകരിക്കുന്നത് കാമത്തിൻ്റെ പ്രതീകമാണ്, വാസനാരൂപമാണ്. കാഠ്യത കണ്ടായോ നീ കാമരൂപിണിയാകും താടകാഭയങ്കരി വാണിയിടും ദേശമല്ലോ
ഈ ദേശം നമ്മുടെ മനസ്സാണ്. അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല. ഈ നേർവഴി എന്ന് പറഞ്ഞത് ആധ്യാത്മിക സാധനയിലൂടെ ഈശ്വരീയ ചിന്തയിലൂടെയുള്ള ഒരു ജീവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെയാണ്. ആ മനസ്സാകുന്ന കാട്ടിൽ ആ രാക്ഷസി കാമമാകുന്ന രാക്ഷസി വളർന്നു നിൽക്കുമ്പോൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ആ കാമവികാരത്തെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇതാണ് ഇവിടെ ഭംഗ്യന്തരേണ കഥാരൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഭഗവാന്റെ ഓരോ ലീലകളിലും ഇതേ രീതിയിൽ നിഗൂഢമായ അർത്ഥങ്ങളോ അടങ്ങുന്ന വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് ഉള്ളത്. പലപ്പോഴും ഇതിനെ വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വിമർശകർക്കൊക്കെയും വിമർശന ബുദ്ധ്യ പല കാര്യങ്ങളും വിപരീതമായി നമുക്ക് കേൾക്കാൻ ഇടവരുന്നത്. കഥാഭാഗം ശ്രവിക്കുന്നതോടൊപ്പം അവയുടെ വസ്തുതകളെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയാണ് എങ്കിൽ ഈ രീതിയിലുള്ള പരാമർശനങ്ങൾ വരുന്ന സമയത്ത് അവയൊക്കെ വേണ്ട രീതിയിൽ പ്രതികരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും. അതില്ലാത്തതിൻ്റെ ദോഷം പലപ്പോഴും ഹൈന്ദവ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ ശ്രദ്ധയും ബുദ്ധിയും കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവയെ പ്രതികരിക്കേണ്ടവയെ വേണ്ട രീതിയിൽ നമ്മൾ പ്രതികരിക്കുകയും ചെയ്താൽ ഈ പ്രവണത അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ്. എല്ലാവരുടെയും ശ്രദ്ധ അവിടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.